ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ രണ്ടാമത്തെ പാർട്ടാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തത് ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, പിന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം, പിന്നെ പാത്ത്, ഫങ്ഷൻ, പോയിൻ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഈ സെക്കൻഡ് പാർട്ട് കാണാൻ. അങ്ങനെ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ പഠിച്ചു തരാൻ. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂടാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക് ലോസ് ആണ് പഠിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഹീറ്റ് ആൻഡ് വർക്കാണ്. ഓക്കെ, എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക്? ഓക്കെ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ it is defined as the energy transferred without transfer of mass across the boundary of a system because of temperature difference between system and surroundings. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം കാണാം. ഇപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്താ നടക്കുന്നത്? എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, പക്ഷേ മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ് ക്ലോസ് സിസ്റ്റം. അപ്പോൾ ഈ ഹീറ്റും വർക്കൊക്കെ പറയുന്നത് ഒരു ക്ലോസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചൂടാക്കുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, പക്ഷേ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. ഒരു ഹീറ്റിന് ആ ചൂട് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നു. അത് കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ റേഡിയേഷൻ വഴിയൊക്കെ പോകുന്നു. ഇപ്പോൾ സണ്ണിൽ നിന്ന് നമുക്ക് ചൂട് കിട്ടുന്നുണ്ട്, അത് റേഡിയേഷൻ വഴിയാണ് പോകുന്നത് അല്ലേ? അതുപോലെ അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നു, മാസ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ജൂൾസിലാണ്. ഓക്കെ, ഹീറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ജൂൾസ്. ഇനി അടുത്തത് വർക്ക്. വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ്. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വർക്ക് ചെയ്തെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എഞ്ചിനിൽ നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ റൺ ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവിടെ പെട്രോൾ കത്തുകയാണ്. അപ്പോൾ അത് ഹീറ്റ് തന്നെയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, വണ്ടി മൂവ് ചെയ്യുന്നു, അപ്പോൾ നമുക്കൊരു വർക്ക് ഒബ്റ്റെയിൻ ആവുന്നു. അപ്പോൾ അതാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഹീറ്റ്, ഇപ്പോൾ വർക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്. അപ്പോൾ ആ ഒരു യൂണിറ്റ് നോക്കി വെക്കുക. ഇവിടെ ഹീറ്റിൻ്റെ പർപ്പസ്, ഹീറ്റിൻ്റെ സോൾ പർപ്പസ് ആണ്. രണ്ട് പർപ്പസാണുള്ളത്. ഒന്ന് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് വർക്ക്? അതാണ് നമ്മളിവിടെ കൊടുത്തത്. അതൊന്നും കൂടെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു M എന്ന് പറഞ്ഞൊരു മാസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ആവും അല്ലേ? ഗ്യാസ് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് എന്താവും? ആ ഫോഴ്സ് കൊണ്ട് പിസ്റ്റൺ മുകളിലോട്ട് പോകും, ഒരു സർട്ടൺ ഡിസ്റ്റൻസ് പോകും. അപ്പോൾ ആ ഫോഴ്സ് ഇൻറ്റു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് വർക്ക് കിട്ടി. ഇനി ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് നമ്മൾ ഒരു വെള്ളം ചൂടാക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് വർക്കൊന്നും കിട്ടുന്നില്ല അല്ലേ? നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, വർക്കൊന്നും കിട്ടുന്നില്ല, പക്ഷെ നമുക്കവിടെ ബോയിൽഡ് വാട്ടർ നമുക്ക് കിട്ടുകയാണ്. ബോയിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾ എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ആയി നിൽക്കുകയാണ്. ആ ഒരു കണ്ടീഷനാണ് ഇത്, ഈ ഒരു ബോയിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റ് കൊണ്ട് ഈ ഇൻറ്റേർണൽ എനർജിയും കൂട്ടാൻ കഴിയും. അപ്പോൾ അങ്ങനെ രണ്ട് പേർപ്പസിനാണ് ഹീറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തെർമോഡൈനാമിക് ലോസിലേക്ക് നമുക്ക് പോകാം. 4 ലോസാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. തേർഡ് ലോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫോർത്ത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ സീരിയൽ നമ്പറാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ. നമുക്കിതാണ് ഇതിൻ്റെ പേര്. ഓക്കെ, 0th ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. ഇവിടെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 0th ലോ എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനാണ്. ഫസ്റ്റ് ലോ എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇപ്പോൾ എൻട്രോപ്പി എന്തിൻ്റെ ഫംഗ്ഷനാണ്? സെക്കൻഡ് ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഗ്രീൻ ആക്കി എഴുതിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്ക PSC ക്വസ്റ്റ്യനിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്.
സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോ ലോസ് ആയിട്ട് നമുക്ക് പഠിച്ചിട്ട് വരാം. ഫസ്റ്റ് വണ്ണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെൻ ടു സിസ്റ്റംസ് എ ആൻഡ് ബി ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി, then the two systems A and B are also in thermal equilibrium with one another. ഇപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ എയും ബിയും ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി. എയും ബിയും സി ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എ സി ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയാണ്, ബിയും സി ആയിട്ട് തെർമൽ ഇക്വിലിബ്രിയാണ് എന്ന് വെക്കാം. ഇത് സെപ്പറേറ്റഡ് ബോഡീസാണ്, എയും ബിയും സെപ്പറേറ്റഡ് ബോഡീസാണ്. എയും ബിയും തെർമൽ ഇക്വിലിബ്രിയാണ് സി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം കുറച്ച് ചൂടായിട്ടുള്ളൊരു ചായ വന്നു, ചായ നമ്മൾ കൊണ്ടുവച്ചു, അതിലും ചൂടായിട്ടുള്ള വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ അതിനേക്കാളും തണുത്തുള്ള വേറെ എന്തെങ്കിലും കൊണ്ടുവച്ചു, അറ്റ്മോസ്ഫിയർ ഉണ്ട്. അങ്ങനെ 3 സിസ്റ്റം ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ ഇതെന്താവും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം അറ്റ്മോസ്ഫിയറിക് എക്വിലിബ്രിയത്തിലേക്ക് വരും അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു സീറോത്ത് ലോ പറയുന്നത്. അപ്പോൾ സീറോത്ത് ലോയിൽ 2 സിസ്റ്റംസ് ഇക്വിലിബ്രിയം ആണെങ്കിൽ, 2 എ ആൻഡ് ബി സി ആയിട്ട് ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും ബിയും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി കൺസർവേഷനാണ്. അത് എനർജീനെ എംഫസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മൈൻഡിലേക്ക് അത് പോകണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ദ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് though it can be transferred from one form to another. എനർജി നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല, അതുപോലെ നമുക്കത് നശിപ്പിക്കാനും കഴിയില്ല. പക്ഷെ നമുക്കത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ കഴിയും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇമേജസ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. നമ്മൾ സാധാരണ കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. നമ്മൾ സാധാരണ ഡാമൊക്കെ അത് തന്നെയാണ് സംഭവം. സോ ഇവിടെ ഡാമിൻ്റെ മുകളിലുള്ള വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ വെള്ളം ഈ പെൻസ്റ്റോക്ക് കൂടെ ഒഴുകി വരുമ്പം ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ഇങ്ങനെ മാറും അല്ലേ. വെള്ളം ഒഴുകി തുടങ്ങി. ഓക്കെ, അപ്പോൾ നോസിലിൻ്റെ പുറത്തെത്തുമ്പം ആ വെള്ളത്തിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആക്കി ഇവിടെ മാറി നോസിൽ. ഒരു എനർജി വേറെ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. എന്നിട്ട് ടർബൈനെ കറക്കി. അപ്പോൾ ടർബൈനെ കറക്കുമ്പോൾ എന്താവും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, മെക്കാനിക്കൽ എനർജി കിട്ടി അല്ലേ. റൊട്ടേഷണൽ എനർജി നമുക്കിവിടെ ഈ ഷാഫ്റ്റിൽ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നടന്നത് എന്താണ്, ഹൈഡ്രോളിക് എനർജി ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ അവിടെ ഒരു എനർജി കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ മെക്കാനിക്കൽ എനർജി നമ്മൾ എന്താക്കി, ഈ ടർബൈൻ്റെ ഷാഫ്റ്റ് ഒരു ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്തു. ഒരു ഇലക്ട്രിക് ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ മെക്കാനിക്കൽ എനർജി എന്തായി മാറി, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടി. അപ്പം നമുക്കിവിടെ ഇലക്ട്രിക് എനർജിയാണ് ഇപ്പോൾ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് എനർജി നമ്മളൊരു ബൾബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈറ്റ് എനർജിയും നമുക്ക് അവിടെ നിന്ന് കിട്ടും, ഹീറ്റ് എനർജിയും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ എനർജി വന്ന വഴി നോക്കിയാൽ നമുക്ക് ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജിയായി, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി, ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജിയായി, ഹീറ്റ് എനർജിയായി. അപ്പോൾ ഇവിടെ നമ്മൾ എനർജി ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അത് നമുക്ക് അതിനെ നശിപ്പിക്കാനും കഴിയില്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല. അതാണ് എന്ത് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പോകാം. ദ ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടബിൾ. ഇപ്പോൾ ഹീറ്റും മെക്കാനിക്കൽ വർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജീൻ്റെ വേറൊരു ഭാഗമാണ് അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് പറയുന്നത്. വിവിധ എനർജി വിവിധ ഫോമിലേക്ക് മാറ്റാം. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിൾസ് കാണിച്ചത്. അതിലൊരു എക്സാമ്പിളാണ് ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടബിൾ. ഹീറ്റ് എനർജി മെക്കാനിക്കൽ വർക്ക് ആക്കാനും കഴിയും, മെക്കാനിക്കൽ വർക്ക് ഹീറ്റ് എനർജി ആക്കാനും കഴിയും എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു ദിസ് law, when a closed system undergoes a thermodynamic cycle,
നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് ഈക്വൽ ടു നെറ്റ് വർക്ക് ട്രാൻസ്ഫർ. ഒരു ക്ലോസ് സിസ്റ്റത്തിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫറും നെറ്റ് വർക്ക് ട്രാൻസ്ഫറും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, Q ഈക്വൽ ടു U പ്ലസ് W. ഓക്കെ, അപ്പോൾ ഞാനത് ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. ഒരു ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടായി, ഒരു പിസ്റ്റൺ മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്കൊന്ന് പോകാം, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മളിവിടെ ഹീറ്റ് കൊടുത്തു അല്ലേ. ഹീറ്റ് കൊടുത്തപ്പോൾ ഇതിനുള്ളിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്തായി, എക്സ്പാൻഡായി. അതായത് ഇൻറ്റേർണൽ എനർജി അവിടെ കിട്ടി അല്ലേ. അവിടെ അത് എന്താക്കി, പിസ്റ്റണിനെ മുകളിലോട്ട് റേസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, വർക്ക് കിട്ടി. പിസ്റ്റണിൽ നിന്നും നമുക്ക് വർക്ക് കിട്ടി. അപ്പോൾ ഹീറ്റ് കൊടുത്തപ്പോൾ ഇവിടെ ഗ്യാസിന് ഇൻറ്റേർണൽ എനർജി കിട്ടി, അതുപോലെ വർക്കും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ഫസ്റ്റ് ലോയിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത് അതാണ്, Q ഈക്വൽ ടു U പ്ലസ് W. അപ്പോൾ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇൻറ്റേർണൽ എനർജീൻ്റെയും വർക്കിൻ്റെയും സമ്മേഷനാണ് എന്നാണ് പറയുന്നത്. വേർ Q ഈക്വൽ ടു ഹീറ്റ് സപ്ലൈഡ്, U ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി ആൻഡ് W ഈസ് ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത് Q എന്ന് പറഞ്ഞാൽ U പ്ലസ് W, ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ. അതുകൊണ്ടാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻറ്റേർണൽ എനർജീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം, U ഈക്വൽ ടു Q മൈനസ് W എന്ന് പറയാം. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇൻറ്റേർണൽ എനർജി നമുക്ക് കിട്ടും. സോ അതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇൻറ്റേർണൽ എനർജി കിട്ടി, വർക്കും കിട്ടി. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് PMM1. ഇത് PSൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, PMM1 എന്താണ് എന്നുള്ളത്. ഇപ്പോൾ പെർപെച്വൽ മോഷൻ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പെർപെച്വൽ മോഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ഡിവൈസ്. ഈ PMM1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ബ്രേക്ക് ചെയ്യുക, വയലേറ്റ് ചെയ്യുക എന്നാണ് ഈ PMM1 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഇറ്റ് ഈസ് എ മെഷീൻ വിച്ച് പ്രൊഡ്യൂസസ് വർക്ക് എനർജി വിത്തൗട്ട് കൺസ്യൂമിങ് ആൻ ഇക്വലൻ്റ് ഓഫ് എനർജി ഫ്രം അതർ സോഴ്സ്. നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് ഒരു എനർജി എടുക്കാതെ വർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു മെഷീൻ, അതാണ് PMM1. ഓക്കെ, ഇറ്റ് വയലേറ്റ്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് PMM1. കണ്ടോ, PMM1ൻ്റെ മുകളിൽ വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ഇവിടെ ഒരു ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഹീറ്റൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വർക്ക് ഇങ്ങനെ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വർക്ക് എന്തായി, അത് വയലേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു മെഷീൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. വർക്ക് മാത്രം തരുന്ന ഒരു മെഷീൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ഹീറ്റ് കൊടുത്താൽ മാത്രമേ ഒരു വർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മനസ്സിലായില്ലേ, എന്താണ്, ഹീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റ് നമുക്ക് എങ്ങനെ പറയാം, ഹീറ്റ് ഇസ് ഈക്വൽ ടു U പ്ലസ് W, ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ. ഇതിൻ്റെ സമ്മേഷൻ ആയിരിക്കും ഇവിടെ നെറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സാധനമാണ് PMM1. ഹീറ്റ് കൊടുക്കാതെ തന്നെ വർക്ക് കിട്ടുന്നു. ഓക്കെ, അത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി ഫസ്റ്റ് ലോന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ലോന് there are some certain limitations. അപ്പോൾ ലിമിറ്റേഷൻസ് എന്താ നമുക്ക് നോക്കാം. The law defines that net heat transfer is equal to net work transfer, but it does not specify the direction of flow of heat. Okay, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫറും നെറ്റ് വർക്ക് ട്രാൻസ്ഫറും ഈക്വൽ ആണെന്നേ പറയുള്ളൂ. പക്ഷേ ഹീറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നുള്ളത് ഇവിടെ ഡിസ്ക്രൈബ്ഡ് അല്ല. അതായത് ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്കാണോ, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡിലേക്കാണോ എന്ന് പറയുന്നില്ല. ഹീറ്റിൽ നിന്ന് വർക്കിലേക്കാണോ, വർക്കിൽ നിന്ന് ഹീറ്റിലേക്കാണോ, അങ്ങനെയൊന്നും നമുക്ക് ഡയറക്ഷൻ നമുക്ക് സ്പെസിഫൈഡ് അല്ല. അതൊരു വലിയൊരു ലിമിറ്റേഷനാണ് ഫസ്റ്റ് ലോൻ്റെ. അതുപോലെ വേറൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ലോ ഡിഫൈൻസ് ദാറ്റ് ഹീറ്റ് എനർജി ആൻഡ് മെക്കാനിക്കൽ വർക്ക് ഈസ് മ്യൂച്വലി കൺവേർട്ടബിൾ, ബട്ട് ഇറ്റ് ഡസൻ സ്പെസിഫൈ വെദർ ദ ഹോൾ ഹീറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു വർക്ക്. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത് ഹീറ്റ് എനർജി മെക്കാനിക്കൽ വർക്കും മ്യൂച്വലി കൺവേർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ മുഴുവനായിട്ടുള്ളൊരു ഹീറ്റ് എനർജി
മെക്കാനിക്കൽ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഫസ്റ്റ് ലോ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇത് ഫസ്റ്റ് ലോൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഓക്കെ, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസിയസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പി എസ് സിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, ക്ലോസിയസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, അത് ഓരോന്നും കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുക. സോ നമുക്ക് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്: ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എൻജിൻ വർക്കിംഗ് ഓൺ എ സൈക്ലിക് പ്രോസസ് whose sole purpose is to convert heat energy from a single thermal reservoir into an equivalent amount of work. ഓക്കെ, കുറച്ചൊരു നീണ്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഓക്കെ, അതായത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, നോ ആക്ച്വൽ ഹീറ്റ് എൻജിൻ വർക്കിംഗ് ഓൺ എ സൈക്ലിക് പ്രോസസ് ക്യാൻ കൺവേർട്ട് ഹോൾ ഹീറ്റ് സപ്ലൈഡ് ടു ഇറ്റ് ഇൻ ടു മെക്കാനിക്കൽ വർക്ക്. ഓക്കെ, അപ്പോൾ അതായത് ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓവർകം ചെയ്യാണ് ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാണ് ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത് ഇവിടെ പറയുന്നത് ഹോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് മുഴുവനായിട്ട് നമുക്ക് മെക്കാനിക്കൽ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിന് കഴിയില്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് ആൻ എഞ്ചിൻ വർക്കിംഗ് ഓൺ എ സൈക്ലിക് പ്രോസസ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹൂസ് സോൾ പർപ്പസ് ഇസ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഫ്രം എ സിംഗിൾ തെർമൽ റിസർവർ ഇൻ ടു ആൻ ഇക്വാലൻ്റ് എമൗണ്ട് ഓഫ് വർക്ക്. എത്ര ഹീറ്റ് എനർജി കൊടുത്തിരുന്നോ അത്ര തന്നെ വർക്ക് കിട്ടാൻ നമുക്ക് സാധിക്കില്ല. അതാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്കൊന്ന് ഇവിടെ തെർമൽ റിസർവോയർ എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഒന്ന് നോക്കണേ. എന്താണ്? ഇറ്റ് ഈസ് എ ബോഡി ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ റിസർവോയർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് പറഞ്ഞാൽ എത്ര ഹീറ്റ് വേണമെങ്കിലും അബ്സോർബ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സാധനമാണ് തെർമൽ റിസർവോയർ. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് എന്താണ് കെൽവിൻ പ്ലാങ്ക് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഒരു ഹോട്ട് ബോഡി, ഇതാണ് റിസർവോയർ. ഓക്കെ, ഹോട്ട് ബോഡീൻ്റെ അകത്ത് നിന്നും കുറച്ച് ഹീറ്റ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഹയർ ഹീറ്റ്. ഓക്കെ, അത് വെച്ചിട്ടൊരു എഞ്ചിൻ നമ്മൾ ഓടിച്ചു, വർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ലോ നമ്മൾ പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മളൊരു ഹീറ്റ് കൊടുത്ത് നമുക്കൊരു വർക്ക് കിട്ടി. ഇത്രയാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ആ ഫസ്റ്റ് ലോൻ്റെ ആ ലിമിറ്റേഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മുഴുവനായിട്ടും ഹീറ്റ് നമുക്ക് വർക്കിലേക്ക് കൊടുക്കാൻ കഴിയില്ല. കുറച്ച് ഹീറ്റ് ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ വേസ്റ്റായിട്ട് മാറും. അത് നമ്മൾ റിസർവോയറിലേക്ക് കൊടുത്തേ പറ്റൂ. അതാണ് എന്ത് പറയുന്നത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തത്. ദ റിസർവോയർ അറ്റ് ഹയർ ടെമ്പറേച്ചർ TH ഓക്കെ ഗിവ്സ് ഹീറ്റ് QH ടു ആൻ എൻജിൻ. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ ഉള്ളൊരു റിസർവോയർ ഹീറ്റ് നമ്മൾ കൊടുക്കുകയാണ് എഞ്ചിനിലേക്ക്. അവിടെ എഞ്ചിൻ എന്ത് നമുക്ക് കിട്ടുന്നു? ദ വർക്ക് W is obtained ഫ്രം ദി എഞ്ചിൻ. ഓക്കെ, ഇനി എ പാർട്ട് ഓഫ് ഹീറ്റ് QL കണ്ടോ, എ പാർട്ട് ഓഫ് ഹീറ്റ് QL ഇസ് ഡ്രെയിൻഡ് ഇൻ ടു ദ റിസർവോയർ അറ്റ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ നടക്കുമെന്നാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. മുഴുവനായിട്ടും നമുക്ക് വർക്കിലേക്ക് കൊടുക്കാൻ കഴിയില്ല, കുറച്ച് എന്തായാലും ഡ്രെയിനായി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഓക്കെ, സെക്കൻഡ് കൈൻഡ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ വയലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. എ ഹീറ്റ് എഞ്ചിൻ വിച്ച് കൺവേർട്സ് ഹോൾ ഹീറ്റ് ടു മെക്കാനിക്കൽ വർക്ക് ഈസ് കോൾഡ് പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നത്? കണ്ടോ, ഈ ഒരു റിസർവോയറിൽ നിന്ന് Q എടുക്കുന്നു, W. ഓക്കെ, Q ഹീറ്റ് വലിച്ചെടുക്കുന്നു, അത് മുഴുവനായിട്ടും വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് PMM2 പറയുന്നത്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ വയലേറ്റ് ചെയ്യുന്ന PMM2 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹോൾ ഹീറ്റ് വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇറ്റ് വയലേറ്റ്സ് ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനെ വയലേറ്റ് ചെയ്യുന്നു. ഇതൊരു 100% എഫിഷ്യൻറ്റ് മെഷീനാണ്. അതായത് നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കുന്നോ അത്രയും വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം.
ഇപ്പോൾ നമ്മൾ വണ്ടി നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് പെട്രോൾ കത്തിക്കുകയാണ് അല്ലേ, പെട്രോൾ എഞ്ചിനിൽ വെച്ചിട്ട് കമ്പഷൻ നടക്കുകയാണ്. അപ്പോൾ എത്രത്തോളം പെട്രോൾ നമ്മൾ കെമിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്നോ അത്രയും വർക്ക് പുറത്ത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സൈലൻസറിൽ കൂടെ നമുക്ക് വേസ്റ്റ് ഒന്നും വരില്ല അല്ലേ, വേസ്റ്റ് ഒന്നും വരില്ല, മുഴുവനായിട്ട് നമുക്ക് വർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു PMM ആണ്, അതൊരു പെർപെച്വൽ മോഷൻ മെഷീനാണ്, സെക്കൻഡ് കൈൻഡാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 100% എഫിഷ്യൻറ്റ് മെഷീൻ അല്ലേ, അത് നമുക്ക് ഇമ്പോസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ഇമ്പോസിബിൾ ടു ഒബ്റ്റെയിൻ ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. ഓക്കെ, ഇനി അടുത്തത് ക്ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ക്ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിങ് മെഷീൻ വർക്കിംഗ് ഇൻ എ സൈക്ലിക് പ്രോസസ് to transfer heat from a body at lower temperature to a body at a higher temperature without the aid of an external agency. ഓക്കെ, കുറച്ച് വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നമുക്ക് നോക്കാം. അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ, അതായത് ഡയറക്ഷൻ പറയുന്നില്ല എന്നുള്ള ഒരു ലിമിറ്റേഷനാണ് ഇവിടെ ഓവർകം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ലോവർ ടെമ്പറേച്ചർ ഓഫ് ബോഡി, ഒരു ലോവർ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്നും ഹയർ ടെമ്പറേച്ചറുള്ള ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഏജൻസീൻ്റെ ആവശ്യം നിർബന്ധമാണ്, അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിങ് മെഷീൻ വർക്കിംഗ് ഇൻ എ സൈക്ലിക് പ്രോസസ് ടു ട്രാൻസ്ഫർ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ, ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ബോഡി അറ്റ് ലോവർ ടെമ്പറേച്ചർ ടു എ ബോഡി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഏജൻസീൻ്റെ സഹായമില്ലാതെ ലോവർ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്നും ഹയർ ടെമ്പറേച്ചറുള്ള ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താണ് ഉദ്ദേശിച്ചത്. ഇത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, ഒന്ന് റെഫ്രിജറേറ്ററിൻ്റെ കേസിലും പറയുന്നുണ്ട്, ഒന്ന് ഹീറ്റ് പമ്പിൻ്റെ കേസിലും പറയുന്നുണ്ട്. അപ്പോൾ റെഫ്രിജറേറ്റർ നോക്കാം. റെഫ്രിജറേറ്റർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സാധനങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഫ്രിജറേറ്ററിൽ ഇവാപ്പറേറ്റർ എന്നുള്ള സെക്ഷനിലാണ് നമുക്ക് ഈ പച്ചക്കറികളും മീനും പാലൊക്കെ നമ്മൾ കൊണ്ടുവെക്കുന്നത് അല്ലേ, അതൊക്കെയാണ് നമുക്ക് തണുപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തായി, അത് മെല്ലെ തണുത്ത് തുടങ്ങും. അപ്പോൾ നമ്മളത് അറ്റ്മോസ്ഫിയറിൽ എടുത്ത് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറാണ് ആവുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണമെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ ഒരുപാട് ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പോൾ എന്താവും, ഈ കോൾഡ് ബോഡിയാണ് എന്ത്, നമ്മളുടെ ഇവാപ്പറേറ്റർ, ഈ പച്ചക്കറിയും പാലും കാര്യങ്ങളൊക്കെയാണ് ഈ കോൾഡ് ബോഡി. അവിടെ നിന്ന് ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ പോവുകയാണ്, കോൾഡ് ബോഡിയിൽ നിന്നും ടെമ്പറേച്ചർ ക്യാരി ചെയ്തിട്ട് പുറത്ത് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയറിൽ എന്തായാലും ഇതിനേക്കാളും കോൾഡ് ബോഡിനേക്കാളും ടെമ്പറേച്ചർ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. അതാണ് ഇവിടെ നമ്മളിവിടെ എഴുതിയത്, T2 ഈസ് ലെസ്സർ ദാൻ T1. ഓക്കെ, T2 ലെസ്സർ ദാൻ T1. അപ്പോൾ ഇവിടെ നിന്നും ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഹീറ്റ് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വിടണമെങ്കിൽ എന്ത് വേണം, റെഫ്രിജറേറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. ആ വർക്ക് എന്ന് പറയുന്നത് ആരാ കൊടുക്കുന്നത്, നമ്മൾ കറണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് കംപ്രസർ വർക്ക് ചെയ്യും. കംപ്രസർ വർക്ക് ചെയ്യുമ്പോഴാണ് ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, അതൊരു റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. അത് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കംപ്രസർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഹോൾ സിസ്റ്റം വർക്ക് ചെയ്യും. ആ വർക്ക് കിട്ടുമ്പോഴേ എന്ത് സംഭവിക്കുന്നുള്ളൂ, കോൾഡ് ബോഡിയിൽ നിന്നും ഈ അറ്റ്മോസ്ഫിയർ ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫറായി പോകുന്നുള്ളൂ. അതാണ് റെഫ്രിജറേറ്ററിൻ്റെ കേസ്. അപ്പോൾ ഇവിടെ COP ഓഫ് റെഫ്രിജറേറ്റർ ഈക്വൽ ടു T2/T1 - T2. ഓക്കെ, അപ്പോൾ ഇവിടെ T2 ആണ്. T2 എന്ന് പറഞ്ഞാൽ കോൾഡ് ബോഡി ടെമ്പറേച്ചറാണ്. റെഫ്രിജറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ കോൾഡ് ബോഡി ഈ ഒരു ഭാഗം തണുപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചറാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം, കാരണം പമ്പ് വരുമ്പോൾ മാറും. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട് PSCക്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഹീറ്റ് പമ്പിൻ്റെ കേസ് നോക്കാം. ഹീറ്റ് പമ്പ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരു റൂം ചൂടാക്കാനൊക്കെയാണ് നമ്മൾ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റ് പമ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, പമ്പ് യൂസ് ചെയ്യുമ്പം ചൂടാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അവിടെ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും, തണുപ്പായിരിക്കും അല്ലേ. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ തണുപ്പായിരിക്കും. ആ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ ടെമ്പറേച്ചർ എടുത്തിട്ട് എന്താക്കും, ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ഇങ്ങനെ സപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ല, റെഫ്രിജറേറ്ററിൻ്റെ നേരെ
ഇൻവേഴ്സാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ പുറത്തു നിന്നും ടെമ്പറേച്ചർ വലിച്ചെടുത്തിട്ട് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് കൊടുക്കുക, എന്നിട്ട് അവിടെ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹോട്ട് ബോഡി T1 എന്ന് പറയുന്നത് T1 ഗ്രേറ്റർ ദാൻ T2 ആയിരിക്കും. അറ്റ്മോസ്ഫിയറിൽ ചൂട് കുറവായിരിക്കും, ഹോട്ട് ബോഡി ചൂട് കൂടുതലായിരിക്കും. അതാണ് T1 ഗ്രേറ്റർ ദാൻ T2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ T1നെ ചൂടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ COP ഡിഫൈൻ ചെയ്യുന്നത് T1ലാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ T1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ട് ബോഡി ടെമ്പറേച്ചറാണ്, അതാണ് നമുക്ക് ചൂടാക്കേണ്ടത്. അതുകൊണ്ട് ആ ടെമ്പറേച്ചറാണ് നമ്മുടെ ന്യൂമറേറ്ററിൽ എടുക്കുന്നത്. ഡിനോമിനേറ്റർ രണ്ടും സെയിം തന്നെ, T1/T1 - T2. COP ഓഫ് റെഫ്രിജറൻ്റ് ആണെങ്കിൽ T2/T1 - T2. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? T1/T1 - T2 നമുക്ക് എങ്ങനെ എഴുതാം? T2/T1 - T2 +1. ഓക്കെ, അപ്പോൾ നമ്മൾ LCM ഒക്കെ എടുത്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതന്നെ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ T2/T1 - T2 എന്ന് പറഞ്ഞാൽ COP ഓഫ് റെഫ്രിജറൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ജനറൽ COP ഓഫ് എ പമ്പ് വിൽ ബി = COP ഓഫ് റെഫ്രിജറൻറ്റ് +1. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഒരു റിലേഷൻ്റെ ഏത് റിലേഷനാണ് ശരിയെന്ന് തരും. COP ഓഫ് പമ്പ് = COP ഓഫ് റെഫ്രിജറൻറ്റ് -1 +1/1 അങ്ങനെ പലതും പറയും. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് വണ്ണാണിത്, പെർപ്പച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. അതായത് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന PMM2. അപ്പോൾ PMM2 എന്ന് പറഞ്ഞാൽ രണ്ടും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബ്രേക്ക് ചെയ്യുന്ന മെഷീനാണെന്നാണ് പറയുന്നത്. അതിൽ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന മെഷീനാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഒരു എക്സ്റ്റേണൽ ഏജൻസീൻ്റെ ഹെൽപ്പില്ലാതെ ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വയലേറ്റ് ചെയ്യുന്ന മെഷീൻ ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഫിഗർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്തൗട്ട് വർക്ക് സപ്ലൈഡ്. അതായത് വർക്കൊന്നും കൊടുക്കാതെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെഷീൻ, അതാണ് PMM2. ഓക്കെ, ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പോൾ ഇവിടെ ഇറ്റ് വയലേറ്റ്സ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും? നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. നമുക്ക് ഫിഗറിൽ ഇവിടെ കണ്ടില്ലേ, റെഫ്രിജറേറ്റർ ഓർ ഹീറ്റ് പമ്പ് ഏതോ ആയിക്കോട്ടെ, കോൾഡ് ബോഡിയിൽ നിന്നും ഹീറ്റ് എടുക്കുന്നു, ഹോട്ട് ബോഡിയിലേക്ക് കൊടുക്കുന്നു. നമ്മളിവിടെ എന്തെങ്കിലും കൊടുക്കണ്ടോ? വർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ വർക്ക് കൊടുക്കാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ല. ഓക്കെ, സോ സച്ച് എ ഡിവൈസ് ഇസ് ഇമ്പോസിബിൾ ടു ഒബ്റ്റെയിൻ ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. ഇപ്പോൾ PMM1, PMM2 ഓഫ് കെൽവിൻ പ്ലാങ്ക്, PMM2 ഓഫ് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് മൂന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നിങ്ങൾ നോട്ട് ഉണ്ടാക്കി കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തെർമലിൻ്റെ അടുത്ത ക്ലാസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.